നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ഫേഷ്യലാണ്. നമുക്ക് ഇപ്പോൾ കല്യാണമൊക്കെ റെഡി ആയിരിക്കണ കുട്ടികൾ, കല്യാണമൊക്കെ അടുത്തിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിലും ഒക്കെ പോണ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ദിവസവും ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക്, ഇവർക്കൊക്കെ മുഖത്ത് ടാൻ അടിക്കും. മുഖം നല്ലപോലെ എന്താ പറയുക, ആ ഒരു സ്കിൻ ടോൺ നല്ലപോലെ മാറും, ഇരുണ്ട് വരും, ചിലപ്പോൾ കറക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഇത് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുക. നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുക. ഇത് ഒരു 12 വയസ്സായ കുട്ടികൾക്ക് തൊട്ടിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുക. സ്കിൻ നല്ലപോലെ വെളുക്കാൻ, നല്ലപോലെ ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന നല്ലൊരു ഫേഷ്യലാണ്. ഇതിൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് വരണത് പറഞ്ഞാൽ നമ്മുടെ ഉഴുന്ന് ഉലുവ അത് വെച്ചിട്ടാണ് നമ്മൾ തക്കാളി, പിന്നെന്താ പറയുക, നമ്മൾ ബോയിൽ ചെയ്ത പൊട്ടറ്റോ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യണത്. നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് വരണത് പറഞ്ഞാൽ അത്രയും ഗ്ലോയും നല്ല വെളുപ്പുമാണ് കേട്ടോ. എത്ര പ്രായമായവരും എത്ര വയസ്സായ ആൾക്കാർക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാം. 12 വയസ്സ് തൊട്ടിട്ട് പിന്നെന്താ പറയുക, ജെൻസിനും ചെയ്യാം, ലേഡീസിനും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അത്ര നല്ലൊരു ഫേഷ്യലാണ്. ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത്രയും ചെയ്താൽ മതി, നിങ്ങളുടെ സ്കിൻ നല്ലപോലെ കളർ വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ. ആദ്യം ഞാൻ ഫേസൊക്കെ നല്ലപോലെ കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യണില്ല. നിങ്ങൾക്ക് അങ്ങനെ അഥവാ നിങ്ങൾക്ക് മുഖം കഴുകിയിട്ട് നമ്മുടെ കാച്ചാത്ത പാലുണ്ടല്ലോ, പച്ച പാലെടുത്ത് മുഖത്തൊരു മസാജ് ചെയ്തിട്ട് അത് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ക്ലെൻസിങ് ആവും. ഞാനിപ്പോൾ മുഖം കഴുകിയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്ലെൻസിങ് ആയിട്ട് ഞാൻ ചെയ്യണില്ല, ഞാൻ സ്ക്രബാണ് ആദ്യം തന്നെ ചെയ്യണത്. എപ്പോഴും എനിക്ക് പഞ്ചസാര ഒരുപാട് എൻ്റെ സ്കിന്നിന് സൂട്ടാവണതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാരയാണ് എടുക്കുന്നത്. ചെറിയൊരു തരിവൽപ്പത്തോടു കൂടിയുള്ള പഞ്ചസാര കുറച്ച് എടുക്കുക. ഒരു 1/2 സ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ വലിയ തരിയാണെന്നുണ്ടെച്ചാൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ട് ചെറിയ തരിയോടുകൂടി എടുക്കണം കേട്ടോ. തക്കാളി, നമ്മുടെ ടമാട്ടർ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുക ഞാൻ. നമുക്ക് ഈ ടമാട്ടർ ഗ്രേറ്റ് ചെയ്തെടുത്തത് നമ്മുടെ ഈ പഞ്ചസാര ഞാൻ എടുത്തുല്ലോ, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ആവശ്യാനുസരണം നമുക്ക് തക്കാളി ജ്യൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് മാവാണ്, ഉഴുന്നും ഉലുവയും കൂടി അരച്ചത്. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് എപ്പോഴും അരച്ചൊരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ ഉഴുന്നെടുക്കും, അതിലേക്ക് 1 സ്പൂൺ ഉലുവ എടുത്ത് അരച്ച് വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫേഷ്യലിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത്രയും കൊണ്ടുവന്നതാണ്. അതിൽ നിന്ന് നമുക്കൊരു 1/2 സ്പൂണ് ഉഴുന്ന് ഉലുവ മിക്സ് നമുക്ക് ഈ സ്ക്രബിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മുടിയൊക്കെ മാറ്റി കൊടുക്കുക. കാരണം ഇതിൽ ഉഴുന്ന ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുടിയിൽ നല്ലപോലെ പറ്റി പിടിക്കും കേട്ടോ. നമുക്ക് പൊട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നല്ലൊരു സ്ക്രബ് കൊടുക്കുക. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോവുകയാണെന്നുണ്ടെച്ചാൽ നല്ല പൈസ ചിലവാണ്. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല, നല്ല പൈസ ചിലവ് പോവുക. ആഴ്ചയിൽ ചെയ്യാൻ പറ്റില്ലേ, നമുക്ക് മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്യുക. പാർലറിനേക്കാളും നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെച്ചാൽ പാർലറിനേക്കാളും ഗുണമാണ് നിങ്ങൾക്ക് ഇത് കിട്ടണത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്ത് മുഴുവനും ഇത്ര എടുത്താൽ മതി, കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സ്ക്രബ് നമ്മൾ കൂടുതൽ ടൈം നമ്മൾ സ്ക്രബ് ചെയ്യാറില്ല. നമ്മൾ 2-3 മിനിറ്റ് ഒരു സ്ക്രബ് കൊടുക്കുക. മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ഒന്ന് സ്ക്രബ് കൊടുക്കുക. ഇപ്പം ഞാൻ നല്ലപോലെ സ്ക്രബ് ചെയ്തു. ഞാനതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്തിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് വേറെ അറിയാം. നല്ലപോലെ സ്കിന്നൊന്ന് ആ അഴുക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡേട്ടായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു കളർ നമുക്ക് തോന്നും. അതിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി നമുക്കൊരു മസാജാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ അതേ ബൗളിൽ തന്നെ കുറച്ച് തക്കാളി ജ്യൂസ് എടുത്തിട്ടുണ്ട്. തക്കാളി ജ്യൂസിലേക്ക് നമുക്ക് ആവശ്യം ഏത് ഓയിലാണോ നിങ്ങളുടെ സ്കിന്നിൽ, ഞാൻ ഇതിപ്പോൾ എടുക്കണത് ഒലിവ് ഓയിലാണേ. അപ്പോൾ ഒലിവ് ഓയിൽ നമുക്കിതിലേക്ക് ഒരു 5-6 ഡ്രോപ്സ് നമുക്ക് ഒലിവ് ഓയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് വെച്ചാൽ അത് കുറച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആയാലും മതി ഒരെണ്ണം. ഇനി നമുക്കിതിലേക്ക് സെയിം നമ്മുടെ ഉഴുന്ന് ഉലുവ അത് നമുക്കിതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ
ഉഴുന്ന് ഉലുവ ഒരു അര സ്പൂൺ, ചെറിയ സ്പൂണാട്ടോ അത്, അര സ്പൂൺ ഇട്ട് കൊടുത്തു. അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ നമ്മുടെ സ്കിന്നിൽ ഇതൊരു മസാജ് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക, ഓയിലെല്ലാം ഓടി ആവാൻ പാകത്തിന്. അതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്ത് കഴുകി കളഞ്ഞത് സ്ഥലത്ത് നമുക്ക് ഇത് പാക്കായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്കിതൊരു 5 മിനിറ്റ് വരെയൊക്കെ നമുക്കിതൊരു മസാജ് കൊടുക്കുക. സ്ക്രബ് നമ്മൾ കുറച്ചല്ലേ നമ്മൾ ചെയ്തുള്ളൂ. അപ്പോൾ ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഇത് നമ്മളെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ സ്കിന്നിന് നല്ല ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ് തരാനും ഒക്കെ നമുക്ക് ഈ മസാജ് കൊണ്ട് സഹായിക്കും. ഈ മസാജ് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്കിന്നിന് നല്ല കളർ നമുക്ക് വരും. കാരണം ഉഴുന്നും ഉലുവയും നമ്മുടെ സ്കിൻ വെളുക്കാൻ സഹായിക്കുന്നതാണ്. തക്കാളി ജ്യൂസ് നമ്മുടെ സ്കിൻ വെളുക്കാൻ സഹായിക്കുന്നതാണ്. നമുക്ക് സ്കിന്നിന് ഒരു നല്ലൊരു മോയ്സ്ചറായിരിക്കാൻ വേണ്ടിയിട്ട്, സ്കിന്നിനൊരു ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓയിൽ നമ്മളെ സഹായിക്കും. നല്ലപോലെ നമ്മുടെ സ്കിന്നിലത്തെ പാടുകൾ മാറ്റാനൊക്കെ സഹായിക്കുന്ന സാധനം കേട്ടോ ഈ ഉഴുന്നും ഉലുവയൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ വെച്ചിട്ട് നമുക്ക് 2 കൈ കൊണ്ട് നല്ലൊരു മസാജ് കൊടുക്കാം. മുകളിലേക്കായിട്ട് നമുക്ക് ഒരു മസാജ് കൊടുക്കാം കേട്ടോ. സ്കിന്ന് എപ്പോഴും നമ്മളൊരു പാക്ക് ഇടുമ്പോഴാണ് വെച്ചാലും മസാജ് ചെയ്യുമ്പോഴാണ് വെച്ചാലും സ്കിന്ന് എപ്പോഴും തൂങ്ങി വരാതിരിക്കാൻ നമ്മുടെ മുകളിലേക്കാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. എടുത്തത് മുഴുവൻ എടുത്തിട്ട് നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ. 5-6 മിനിറ്റിൻ്റെ മസാജ് കൊടുത്തു. ഞാൻ അതൊന്ന് കഴുകാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ പാക്ക് ഇടാം. ഞാനിപ്പോൾ കഴുകിയിട്ട് നിങ്ങൾക്ക് പാക്ക് ഇട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ടൊന്ന് മസാജ് കഴിഞ്ഞപ്പോൾ മുഖത്തിന് ഒരു തിളക്കം വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം. നമുക്ക് എന്തൊക്കെ സാധനം വേണ്ടത് നോക്കാം. നമ്മുടെ ഉഴുന്ന് ഉലുവ മിക്സ്, പിന്നെ നമുക്ക് ആവശ്യം ബോയിൽ ചെയ്ത പൊട്ടറ്റോ ആണേ, ഉരുളക്കിഴങ്ങ്. അത് നമുക്കിതിലേക്ക് 1 സ്പൂണ് ബോയിൽ ചെയ്ത പൊട്ടറ്റോ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആവശ്യം സെയിം നമ്മുടെ തക്കാളി ജ്യൂസ് ഇതിലേക്കും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂണ് തക്കാളി ജ്യൂസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോയിൽ ചെയ്ത പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ച് കൈ വെച്ച് ഉടച്ചതാണേ. പിന്നെ നമ്മുടെ തക്കാളി ജ്യൂസും, ഇത് 3ഉം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഇത്രയും ഇട്ടാൽ തന്നെ നമ്മുടെ സ്കിൻ നല്ലപോലെ വെളുക്കൂട്ടോ. കാരണം ഉഴുന്ന് ഉലുവ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പുഴുങ്ങിയത്, ഉരുളക്കിഴങ്ങ് പറഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലപോലെ സഹായിക്കും, മുഖം വെളുക്കാൻ നല്ലപോലെ സഹായിക്കും, കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിളൊക്കെ മാറ്റും കേട്ടോ. ഇത് നമ്മുടെ രക്തചന്ദനാണ്. രക്തചന്ദനോ വെള്ളച്ചന്ദനോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ ഇതിലേക്ക് നിങ്ങളൊരു 1/2 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ രക്തചന്ദനം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ നല്ല കട്ടിക്ക് അങ്ങോട്ട് പാക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി രക്തചന്ദനോ വെള്ളച്ചന്ദനോ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഉപയോഗിക്കാതിരിക്കേണ്ട. മറ്റേ നമ്മുടെ അത് ചന്ദനം ഒഴിവാക്കി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നിങ്ങൾക്ക് പാക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം ഞാൻ മുഖത്ത് നല്ല കട്ടിക്ക് പാക്കിട്ട് കൊടുത്തു. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ തൊട്ടിട്ട് 20 മിനിറ്റ് ആയിട്ട് ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫേസ് കഴുകിയിട്ട് വന്നു. നല്ലപോലെ കളർ വന്നു, നല്ലപോലെ വെളുത്തുണ്ട് കേട്ടോ മുഖം. ഇത്രയും കളർ നമുക്ക്
ഒരു ഫേഷ്യലിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും റിസൾട്ട് നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ അതന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നല്ല അടിപൊളി റിസൾട്ടാണ്. ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. എല്ലാ സ്കിന്നും നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാൻ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ഇത് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.